ഇവിടെ ദുബായിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു ഏരിയയാണ് റാഷിദിയ. ഞാനിവിടെ ദുബായിൽ വന്നിട്ട് 9 വർഷം കഴിയുന്നുണ്ട്. അതിൽ 6.5 വർഷത്തോളം ദേര നൈഫ് ഏരിയയിലായിരുന്നു. 3 വർഷം ആവുന്നേ ഉള്ളൂ ഈ ഒരു റാഷിദിയയിൽ. റാഷിദിയ എന്ന് പറയുമ്പോൾ മരങ്ങളും കാര്യങ്ങളും ചുറ്റുപാട് ഭയങ്കര രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹസ്ബൻഡ് രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ രാത്രിയാണ് വരാറ്. ആ ഒരു സമയത്ത് എനിക്ക് നമുക്ക് എത്ര സന്തോഷമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ് കയറി വരും. അപ്പോൾ ഞാൻ പ്ലാന്റിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ പിള്ളേരുടെ കൂടെ ഷട്ടിലും കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട് ഇറങ്ങാറുണ്ട്. ഞാനും ഹസ്ബൻഡും മക്കളെന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ വഴക്കുകൾ, വലിയ വഴക്കുകളൊന്നുമില്ല. ചിലപ്പോൾ മക്കൾ മൊബൈൽ കാണുമ്പോൾ ഹസ്ബൻഡ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അതൊന്ന് ഓക്കെ ഞാൻ ബഹളാക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് ഹോട്ടലിൽ നിന്ന് വാങ്ങാൻ എനിക്ക് പൊതുവേ ഇഷ്ടമില്ല. അങ്ങനെ കുഞ്ഞു കുഞ്ഞു വഴക്കുകളാണ് ഞാൻ വലുതാക്കി കളയാറ്. എൻ്റെ ഒരു അംബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ഒരു വെളിച്ചാവുക എന്നുള്ളതായിരുന്നു. ഞാനതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് എൻ്റെ കോളേജ് ഡേയ്സിലൊക്കെ പെട്ടെന്ന് ഒരാൾ കയ്യിൽ ക്യാഷ് കടം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ ഗോൾഡാണ് കൊടുക്കാറ്. അതിപ്പോൾ എൻ്റെ വീട്ടിൽ സഹായത്തിന് വരുന്ന ചേച്ചിമാരാണെങ്കിലും പെട്ടെന്ന് ക്യാഷ് ചോദിച്ച് ഞാൻ ഗോൾഡാണ് കൊടുത്തിരുന്നത്. ഇതുവരെ എനിക്കതൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിരുന്നില്ല. ഇപ്പം എൻ്റെ തൊട്ടടുത്തൊരു നൈബർ, ദുബായിലുള്ള നൈബർ, അവരെൻ്റെ കയ്യിലുള്ള ഗോൾഡ് മുഴുവൻ കടമായിട്ട് വാങ്ങിക്കൊണ്ടുപോയിട്ട് 2 മാസം എന്നുള്ളത് ഒരുപാട് തവണ ശ്രമിച്ചു. 11 മാസം. എനിക്കിപ്പോൾ മനസ്സിലായി കടം എന്ന് പറയുന്നത് ശത്രുക്കളെ സമ്മാനിക്കൂ എന്നുള്ളത്. എൻ്റെ ലൈഫിലൊരു ആരെയും വേദനിപ്പിക്കാതിരിക്കുക. നമ്മൾ വേദനിപ്പിക്കുമ്പോൾ ആ വേദനിക്കുന്നവൻ്റെ മനസ്സിലെ ശാപം നമ്മുടെ തലമുറകളെ പോലും വേട്ടയാടുമെന്ന് ചിന്തിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ചെറിയ ജീവിതമല്ലേ ഉള്ളൂ, ആർക്കും വിഷമാവാതിരിക്കുക. ഉണ്ടെങ്കിൽ വെറുതെ കൊടുക്കുക, കടം കൊടുക്കരുത്, ദാനം കൊടുക്കണം. നമ്മൾ ഉള്ളവൻ ഇല്ലാത്തവനെ സഹായിക്കണം എന്നാണ്. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം, നല്ല കാര്യം നമുക്ക് ഒരുപാട് കാലം കഴിയുമ്പോൾ ചിന്തിക്കാനായിട്ട് വേണ്ടേ. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോസായിട്ട് വരണ്ടേ. ഇഷ്ടമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.